ഹായ് മക്കളെ, നിങ്ങൾ കത്തിരുന്ന വീഡിയോ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഇമ്പോർട്ടന്റ് ഡെറിവേഷനും അതേപോലെ തന്നെ ഏറ്റവും ചെറിയ സ്റ്റെപ്പുകളിൽ ആ ഡെറിവേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകൾ മാത്രമേ ഞാനിവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. ഒന്നും പഠിക്കാത്തവർ ആ സ്റ്റെപ്പെങ്കിലും എഴുതി വെക്കുക. ഇനി എല്ലാം പഠിച്ചവരുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് കീ പോയിന്റുകളുള്ള സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡെറിവേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഓരോ ഡെറിവേഷൻ കിടക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10-20ഓളം ഡെറിവേഷൻസ് ആണ് നമ്മൾ വളരെ ചെറിയ സ്റ്റെപ്പുകളിൽ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഡെറിവേഷൻ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫിഗർ ഉണ്ടെങ്കിൽ ഫിഗർ പഠിക്കുക, അതിനൊരു 1/2 മാർക്കോ 1 മാർക്കോ കിട്ടുന്നതായിരിക്കും. ഫൈനൽ ആൻസറും പഠിച്ചു വെക്കുക, അതിനൊരു 1/2 മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 2 എണ്ണം മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇടക്കത്തെ സ്റ്റെപ്പൊക്കെ നമുക്ക് ഒപ്പിക്കാവണം മക്കളെ. അതിനുള്ള തന്ത്രമല്ലേ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. യെസ്, ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ആക്സിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ആണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ആക്സിയൽ ലൈനിൽ 2 ആൾക്കാരാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ആ 2 ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്ത് ഈ 2 അസംഷൻ കൊടുത്തു. പി എന്ന് പറഞ്ഞ 2aqും ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എയും ഈ അസംഷൻ കൊടുത്ത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് K2P divided by R cube. K എന്ന് പറയുന്നത് 1/4πε0. ഇതാണ് ഇതിനകത്തുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇത് കിട്ടിയാൽ ബാക്കി നമുക്ക് എഴുതിക്കൂടെ, ഒരു സ്റ്റെപ്പ് അഡീഷൻ എഴുതിക്കൂടെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഴുതിക്കൂടെ, കോമൺ എടുത്തുകൂടെ, 2-3 സ്റ്റെപ്പ് അങ്ങനെ വരത്തില്ലേ? അതേപോലെ എല്ലാ ഡെറിവേഷനും നിങ്ങൾ ചെയ്തിരിക്കണം. അടുത്ത ഡെറിവേഷൻ, യെസ്, നമ്മുടെ ഇക്വിറ്റോറിയൽ ലൈനിന്റെ ഡെറിവേഷൻ ആണ്. ഫിഗർ എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 2 ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? E1 cos θ പ്ലസ് E2 cos θ ആണ്. E1 E2 ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ 2 E1 cos θ എന്ന് വിളിച്ചു. E1ന്റെ വാല്യൂ നമുക്കറിയാം 1/4πε0 Q/x² ആണ്. അതേപോലെ cos θയുടെ വാല്യൂ നമുക്കറിയാം A/x ആണ്. ഈ ട്രയാങ്കിൾ നമ്മൾ കിട്ടുന്നതാണ്. ഇത് രണ്ടും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? ഇട്ട് കൊടുക്കുന്നു. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് R² + A² ഹോൾ റൈസ് 1/2 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി നമ്മൾ അസംഷൻ അപ്ലൈ ചെയ്യുന്നു. അസംഷൻ എന്താണ്? എ വളരെ ചെറുതാണ്, 2aq P ആണ്. അവസാനം ആൻസർ കിട്ടി 1/4πε0 P/R3. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ, ഇതിനാണ് നിങ്ങൾക്ക് മാർക്ക് ഇരിക്കുന്നത്. നിങ്ങളുടെ കീ പോയിന്റ്, അതായത് ആൻസർ ഷീറ്റിനകത്ത് ഈ സ്റ്റെപ്പുകൾക്കാണ് അവർ മാർക്ക് ഇട്ടിരിക്കുന്നത്. ആ എല്ലാ സ്റ്റെപ്പുകളും ഇവിടെ ഉണ്ട്. റെഡി അല്ലേ? യെസ്. എങ്കിൽ അടുത്തത്, ഒരു ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ അങ്ങനെ എഴുതി വെക്കുക. അതേപോലെ തന്നെ ഡി എസിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. തീറ്റാനെ നിങ്ങൾ 0 ആയിട്ട് എടുക്കുക. ഇന്റഗ്രൽ ഡി എസ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2πr എന്ന് കിട്ടും. Q = λ × L എന്ന് കിട്ടും. ഈ 2 വാല്യൂ നിങ്ങൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ആൻസർ കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി λ / 2πrl. പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോവുക. അടുത്ത ഡെറിവേഷൻ, സ്പെറിക്കൽ ഷെൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. വളരെ സിമ്പിൾ ആണ്. ഗോസസ് തിയറം അതേപോലെ എഴുതി വെച്ചു. ഇന്റഗ്രൽ ഡി എസ് വെച്ചാൽ 4πr² ആണ്. ക്യൂവിന്റെ വാല്യൂ σ4πr² ആണ്. 4πയും 4πയും വെട്ടി തൂഫാനാക്കി കളയുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടി മക്കളെ. σ/ε0 R² കുഞ്ഞ് R² ആണ്. ഇനി ഇൻസൈഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇനി സർഫസ് ആണെങ്കിൽ σ/ε0 ആണ്. എങ്കിൽ ഇതാ അടുത്ത ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസിന്റെ ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആണ് മക്കളെ. ആദ്യം നിങ്ങൾ ഇക്വേഷൻ എഴുതുക. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നും ആറിലോട്ട് നമ്മളിത് ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവിടെ ഫോഴ്സിന് പകരം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് കൊടുക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗൻസ്റ്റ് ആണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് വന്നു. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 Q/R² ആണ്. ആറിന് പകരം ഇവിടെ x ആയതുകൊണ്ട് x² ഇട്ട് കൊടുത്തു. ഇനി ഇന്റഗ്രൽ 1/x dx -1/x ആണ്. ഈ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പൊട്ടൻഷ്യൽ = 1/4πε0 Q/R എന്ന് കിട്ടുന്നതാണ് മക്കളെ. എങ്കിൽ അടുത്തതിലോട്ട് പോകാം. എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് എഴുതാൻ പറ്റും. C = Q/V ആണ്. Q എന്ന് പറയുന്നത് σ × A ആണ്. V എന്ന് പറയുന്നത് E × D ആണ്. Eക്ക് പകരം σ/ε0 × D. ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. C = ε0 A/D. 3 സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ എഴുതിയിരിക്കുന്നു. ഈ 3 സ്റ്റെപ്പും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. റെഡി ആയിട്ടാണ് മക്കളെ. അടുത്ത് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം വോൾട്ടേജ് ഡിഫറൻറ്റ് ആണ്. അപ്പോൾ V = V1 + V2 + V3. V = Q/C ആണ്. ഇട്ട് കൊടുത്തു. Q എല്ലായിടത്തും ചാർജ് സെയിം ആയതുകൊണ്ട് വെട്ടിക്കളയാ.
അങ്ങനെ 1/c 1/c1 + 1/c2 + 1/c3 കിട്ടി. മനോഹരമായി നമ്മൾ അടുത്ത ഡെറിവേഷനോട്ട് കിടക്കുകയാണ്. യെസ്, പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലലിനകത്ത് ആരാണ് മക്കളെ വ്യത്യസ്തമാകുന്നത്? ചാർജ് ആണ് വ്യത്യസ്തം. Q = Q1 + Q2 + Q3 ആണ്. Q = CV ആണ്. അപ്പോൾ Q1 C1 V1, Q2 C2 V2, Q3 C3 V3 ആണ്. Then C = C1 + C2 + C3. എല്ലായിടത്തും വോൾട്ടേജ് സെയിം ആണ്, വെട്ടിക്കളഞ്ഞു. Then അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കടന്നിരിക്കുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ കറണ്ട് റിലേഷൻ കണക്ടിങ് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം I = Q/T ആണ്. Q എന്ന് പറഞ്ഞ ചാർജ് ആണ്. ചാർജ് എന്ന് വെച്ചാൽ നാളെ ഓർത്താൽ മതി. ചാർജ് എന്ന് വെച്ചാൽ നാളെയാണ് പറയത്തില്ല, നാളെയാണ്. ഓക്കെ, ഇതെടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേ. L/T വരും. വെലോസിറ്റി ഇട്ട് കൊടുത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടി. I = NA വിടൂ നാവി NAVE. യെസ്, റെഡിയല്ലേടാ മക്കളെ? യെസ്, വീസ്റ്റൺ ബ്രിഡ്ജ് ആണ്. ആ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതും വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫിഗർ മസ്റ്റ് ആയിട്ടും എല്ലാവരും പഠിച്ചു വെക്കുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബാലൻസ്ഡ് കണ്ടീഷൻ ആണ്. ബാലൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ ഇവിടെയും അല്ലെ ABDAയിലും അതേപോലെ BCDBയിലും നിങ്ങൾ ക്രിച്ച്ഹോഫിന്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുക മക്കളെ. നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. I1P = I2R, I3Q = I4S. ബാലൻസ്ഡ് കണ്ടീഷനിൽ I1ഉം I3യും I2ഉം I4ഉം ഈക്വലാണ്. ഇവന്മാർ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യുക, ആൻസർ കിട്ടി. P/Q = R/S. 3 സ്റ്റെപ്പിൽ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകാം. റെഡിയല്ലേ മക്കളെ? അടുത്ത് ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിൽ, അതിന്റെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെറിവേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്, പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ഫിഗർ നന്നായിട്ട് പഠിച്ചു നോക്കുക. ഇവിടെ ഈ രണ്ട് എലമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് dV1 sin α dB2 sin α. അവിടെ നമ്മൾ E1 cos θ E1 sin θ E2 sin θ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്? dV1 sin α dB2 sin α ആണ്. ഇവിടെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? dV1 sin α ആണ്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. dB1ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ബയോട്ട് സാബാർട്ട് ലോ μ0 IDL / 4πr² ആണ്. അതേപോലെ sin α വാല്യൂ ഈ ട്രയാംഗിളിൽ നിന്ന് കിട്ടും. അതേപോലെ ആറിന്റെ വാല്യൂ ട്രയാംഗിളിൽ നിന്ന് കിട്ടും. അവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, ഇവിടെ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക മക്കളെ. ഇന്റഗ്രൽ DL എന്ന് പറയുന്നത് 2πA ആണ്. ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസാനത്തെ ആൻസർ ആണ് μ0 IA² / 2A² + x² ^ 3/2. If there are n number of terms, μ0 NIA² / 2A² + x² ^ 3/2. അറ്റ് സെന്റർ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, μ0 I / 2A ആണ്. μ0 NA / 2A. റെഡിയാടാ മക്കളെ? യെസ്. അടുത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഒരു ഡെറിവേഷൻ ആണ്. മോഷൻ എഫ് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്. സിമ്പിൾ സ്റ്റെപ്പ് ആണ്. മോഷൻ എഫിനെ കണ്ടുപിടിക്കാനാണ്. എടാ ശ്രദ്ധിക്കണം മക്കളെ. EMF ഇൻഡിക്കേഷൻ നമുക്കറിയാം -dϕ/dt ആണ്. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ BA cos θ ആണ്. ഇവിടെ ബിനെ നമ്മൾ പുറത്താക്കി. ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. L × x എന്ന് കൊടുത്തു നമ്മൾ. എന്നിട്ട് നമ്മൾ ലെങ്തിനെയും പുറത്താക്കി. dx/dt നമുക്കറിയാം -v ആണ്. cos θയുടെ വാല്യൂ 1 ആണ്. പരിപാടി കഴിഞ്ഞു, വീട്ടിൽ പോവാ. E = BLV. ദെൻ അടുത്ത ഡെറിവേഷനോട് കടക്കാൻ പോവുകയാണ് മക്കളെ. അടുത്ത ഡെറിവേഷൻ എന്താണ്? ഒരു സോളിനോട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആദ്യം നിങ്ങൾ എന്തെടുക്കുക? ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആംപീരിയൻ ലൂപ്പിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ആംപീരിയൻ സർക്യൂട്ടൽ തിയറം എടുത്തു. ആംപീരിയൻ ലൂപ്പിന് AB BC CD DA സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നോക്കടാ മാഗ്നറ്റിക് ഫീൽഡ് ലെങ്തുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇവിടെ നോക്കടാ ഔട്ട്സൈഡ് സോളിനോട് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഇവിടെ നോക്കടാ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 3 ടേം അങ്ങ് പോയി കിട്ടും. ഇതിന്റെ ഇന്റഗ്രേഷൻ നിങ്ങൾ നോക്കുക. ഇതിന്റെ ഇന്റഗ്രേഷൻ ആണ് BL എന്ന് പറയുന്നത്. ഇന്റഗ്രൽ DL. അപ്പോൾ BL എന്ന് കൊടുത്താൽ മതി. ഇനി ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് N × I ആണ്. N എന്ന് പറയുന്നത് N × L ആണ്. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് ഇക്വേഷൻ ആയി. എന്ത് കിട്ടി? μ0 NI. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ എഴുതിയിരിക്കുകയാണ്. അടുത്ത ഡെറിവേഷൻ ആയ AC ജനറേറ്റർ ഡെറിവേഷൻ ആണ്. സിമ്പിൾ ഡെറിവേഷൻ ആണ് മക്കളെ, ഒന്നുമില്ല. E = -n × dϕ/dt. AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഡയഗ്രാം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവാ. ഇനി എന്ത് ചെയ്യുക? ഫ്ലെക്സ് ഇൻഡിക്കേഷൻ BA cos ωt ആണ്. ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഡെറിവേറ്റീവ് എടുത്താൽ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഇട്ട് കൊടുക്കുക. E0 എന്ന് പറഞ്ഞ NB ω ആണ്. അപ്പൊ കിട്ടി E = E0 sin ωt. എല്ലാം ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് സംഗതി എല്ലാം ഉണ്ട്. ഇത് നോക്കിയാൽ മതി. ഫൈനലായിട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് പോകാൻ പറ്റും എല്ലാ ഡെറിവേഷനും. ദെൻ അടുത്തത് ഒരു ഇൻഡക്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? AC അപ്ലൈ ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ്. നമുക്കറിയാം ഒരു ഇൻഡക്ടർ ആണോ എങ്കിൽ നമുക്കറിയാം V = L × dI/dt ആണ്. മൈനസ് വരത്തില്ല, കാരണം അത് അപ്ലൈഡ് വോൾട്ടേജ് ആകുമ്പോൾ എന്ത് വരും? L × dI/dt എടുത്താൽ മതി. ഇനി കറണ്ട് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? DI. നമ്മൾ ഇവിടുന്ന് DIനെ കണ്ടുപിടിക്കുന്നു. ഇത് ഇങ്ങോട്ട് കൊടുത്തു. വോൾട്ടേജിന് VM sin ωt ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ബോത്ത് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. DIനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I എന്ന് കിട്ടി.
ഈ ചേട്ടനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, വി ബൈ എല്ലിനെ പുറത്തെടുത്തു, സൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് ഒമേഗ ടി ആണ്. മൈനസ് എന്താണ് മക്കളെ? യെസ്, സൈൻ ഒമേഗ ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമുക്കറിയാം കോസ് ഒമേഗ ടി ആണ്. ഓക്കെ അല്ലേടാ മക്കളെ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഡി ടി വെച്ചിട്ടല്ല. ഡി ടി വെച്ചിട്ടല്ല നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? യെസ്, അല്ലല്ല, ഡി ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഡി ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡി ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡിവൈഡ് ബൈ ഒരു ഒമേഗ ഇവിടെ വരുന്നുണ്ട്. ആ എല്ലോമേഗനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? എല്ലോമേഗനെയാണ് നമ്മൾ ആ വി എം ബൈ എല്ലോമേഗനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഐ എം എന്ന് വിളിച്ചത്. ഇനി ഇവിടെ നോക്കുക, സൈൻ നമുക്കറിയാം ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ആണ്. മൈനസ് കോസ് ഒമേഗ ടി നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നും എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് നിങ്ങളുടെ കണ്ണിലുണ്ണിയായ ഡെറിവേഷൻ കർവ്ഡ് സർഫസ് ഫോർമുലയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫിഗർ നന്നായിട്ട് പഠിക്കുക, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. ഐയും ആറും വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഐ എൻ വൺ ഇസ് ഈക്വൽ ടു ആർ എൻ ടു എന്ന് എഴുതാം. ട്രയാങ്കിൾ ബി എൻ സി ട്രയാങ്കിൾ ഒ എൻ സിയും ട്രയാങ്കിൾ ഐ എൻ സിയും കൺസിഡർ ചെയ്യുക. ഐ എൻ സി, ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് ഐയും ആറും കിട്ടും. ഐ എന്ന് പറയുന്ന ആൽഫ പ്ലസ് ബീറ്റ ആണ്, ആർ എന്ന് പറയുന്ന ബീറ്റ മൈനസ് ഗാമ എന്ന് കിട്ടും. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ അടുത്ത രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു, അടുത്ത മൂന്ന് ട്രയാങ്കിൾ എടുക്കുന്നു. ഒ എൻ ബിയും എൻ പി സിയും എൻ പി ഐയും, ഈ മൂന്ന് ട്രയാങ്കിളും ആൽഫ ബീറ്റ ഗാമ, ടാൻ ആൽഫ ടാൻ ബീറ്റ ടാൻ ഗാമ എടുക്കുന്നു. ആൽഫ ബീറ്റ ഗാമ വളരെ ചെറുതായതുകൊണ്ട് ആൽഫ ഇസ് ഈക്വൽ ടു എൻ പി ബൈ ഒ പി, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ബീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഗാമ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. അങ്ങനെ മൂന്ന് ഇക്വേഷൻ എഴുതി. അപ്പൊ നമുക്ക് ഐയും ആറും എൻ പിയുടെയും ഒ പിയുടെയും പി സിയുടെയും പി ഐയുടെയും ടൈമിൽ കിട്ടി. ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അവസാനം ഐയും ആറും എടുത്ത് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. അവസാനം നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എൻ ടു ബൈ ബി മൈനസ് എൻ വൺ ബൈ യു ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ഡിവൈഡ് ബൈ ആർ. ഇതാണ് കർവ്ഡ് സർഫസ് ഫോർമുല. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. അതിനുശേഷം വരുന്ന എന്താണ്? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലക്കകത്ത് ലെൻസിന് രണ്ട് കർവേച്ചർ ഉണ്ട്. ഒന്നാമത്തെ കർവേച്ചർ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക? കർവ്ഡ് സർഫസ് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ്. രണ്ടാമത്തെ കർവേച്ചറും കർവ്ഡ് സർഫസ് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ്. രണ്ടും കൂടെ കൂട്ടുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 1/v മൈനസ് 1/v ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡ് ബൈ 1/r1 മൈനസ് 1/r2. ദിസ് ഈസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് ഫോർമുല ആണെങ്കിൽ ഒന്നുമില്ല, 1/v മൈനസ് 1/u വരും. നിങ്ങൾ എന്തിട്ട് കൊടുത്താൽ മതി? 1/f ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1/v മൈനസ് 1/v ഈക്വൽ ടു 1/f എന്ന് കിട്ടുന്നതാണ്. അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോമിൽ ഫോക്കസിലായിരിക്കും. ആ രീതിയിൽ നമുക്ക് ലെൻസ് ഫോർമുല സിമ്പിൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ, ലെൻസ് ഫോർമുല നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. റെഡി? അടുത്ത് കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആണ്. അപ്പൊ ലെൻസ് ഫോർമുല നമുക്കറിയാം. ലെൻസ് ഫോർമുല 1/v മൈനസ് 1/v 1/f ആണ്. അത് ഒന്നാമത്തെ ലെൻസിൽ അപ്ലൈ ചെയ്യുന്നു, അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ ആണിത്. രണ്ടാമത്തെ ലെൻസിന് ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു, അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ ആണിത്. ഈ രണ്ടും കൂടെ കൂട്ടി വെക്കുക, ആൻസർ കിട്ടും 1/f is equal to 1/f1 പ്ലസ് എന്താണ് മക്കളെ? 1/f2 ആണ്. ദെൻ അടുത്തത് എല്ലാവരും ചോദിക്കുന്ന, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട പ്രിസം തന്നെയാണ് അടുത്തത്. പ്രിസത്തിൽ നമ്മൾ ആദ്യമായി നോക്കുന്നത് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ ഇക്വൽ എന്നാണ്. ഇനി എടുക്കേണ്ട ട്രയാങ്കിളും ക്വാഡ്രിലാറ്ററലും ടെക്നിക്ക് പറഞ്ഞുതരാം. ആദ്യം എടുക്കേണ്ട ട്രയാങ്കിൾ ആദ്യം എടുക്കേണ്ട ക്വാഡ്രിലാറ്ററൽ AQNR ആണ്. ഇവിടുന്ന് എനെ മായ്ച്ചു കളഞ്ഞാൽ അടുത്ത എടുക്കുന്ന ട്രയാങ്കിൾ QNR ആണ്. അവിടെ നിന്നും എന്നിനൊരു വാലിട്ട് കൊടുത്താൽ QMR, അടുത്ത എടുക്കുന്ന ട്രയാങ്കിൾ QMR ആണ്. അപ്പൊ AQNR, QMR ഈ മൂന്ന് സംഗതികളാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററും ഈ ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് R1 പ്ലസ് R2 എന്ന് പറയുന്ന ആംഗിൾ എന്ന് കിട്ടും. ഇനി ട്രയാങ്കിൾ QMR നമുക്ക് എഴുതാൻ പറ്റും I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു ആംഗിൾ A പ്ലസ് ഡെൽറ്റ ഡി നമുക്ക് കിട്ടുന്നതാണ്. ഇനി മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണെങ്കിൽ ഡെൽ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കാം. അതേപോലെ I1 I2 എന്ന് പറയുന്നത് നമുക്ക് I എന്ന് വിളിക്കാം. R1 R2 എന്ന് പറയുന്നത് നമുക്ക് R എന്ന് വിളിക്കാം. അപ്പൊ ആറിന്റെ ഇക്വേഷൻ കിട്ടി, ഐയുടെ ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഫൈനൽ ആൻസർ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ പഠിക്കണം, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയെങ്കിലും എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പായും ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. കാരണം ഇത്രയും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളാണ് ഉള്ളത്. ദെൻ അടുത്തത് നമുക്കറിയാവുന്നതാണ്, രണ്ട് ഡെറിവേഷൻ കൂടെ ഉള്ളൂ. എന്തൊക്കെയാണ്? ഹൈഗൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലോ ഓഫ് റിഫ്ലക്ഷനോ റിഫ്രാക്ഷൻ ചോദിക്കാം. അത് ഏത് ചോദിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒക്കെ ചോദിക്കാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ആണ്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADCയും നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ട്രയാങ്കിൾ ABCയും അതേപോലെ ട്രയാങ്കിൾ ADC നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും BCയും ADയും സെയിം ആണ്, സെയിം മീഡിയം ആയതുകൊണ്ട് ലെങ്ത് സെയിം ആണ്. അതേപോലെ AC എന്ന് പറയുന്ന കോമൺ സൈഡ് ആണ്, ആംഗിൾ 90 ഡിഗ്രി ആണ്.
എങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ ആണ് മക്കളെ നമുക്ക് കിട്ടിയിരിക്കുന്നു. മനോഹരമായി നമ്മൾ ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെറിവേഷൻ യെസ് റിഫ്രാക്ഷന്റെ പ്രൂഫ് ആണ് യൂസിങ് ഹൈഗൻ പ്രിൻസിപ്പിൾ ആണ് മക്കളെ. അപ്പൊ സൈൻ ഐ കണ്ടുപിടിച്ചു ഈ ട്രയാങ്കിൾ നിന്നും. ഈ ട്രയാങ്കിൾ സൈൻ ഐ എന്താണ്? ഓപ്പോസിറ്റ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. അതേപോലെ സൈൻ ആർ കണ്ടുപിടിച്ചു. രണ്ട് ഇക്വേഷനെ നിരത്തിപ്പിടിച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു v1/v2 എന്ന് കിട്ടി. അവിടെ v1/v2 എന്ന് പറയുന്നത് n2/n1 ആണെന്ന് എഴുതി കൊടുക്കുക. പറ്റുന്നവരുണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചോ, ഇതിനൊരു മാർക്കുള്ളതാണ്. n is equal to c/v യിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2/n1 എന്ന് കിട്ടിയിരിക്കുന്നു. മനോഹരമായി നമ്മൾ ആ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് സോ 21ഓളം ഡെറിവേഷൻസ് വളരെ സിമ്പിൾ ഷോർട്ട് മെത്തേഡിൽ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റുകൾ അടങ്ങിയ സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങളോട് എത്തിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരോട് ഷെയർ ചെയ്യുകയും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയും ഇനി എന്താണ് വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് പരിഗണിക്കാം. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മക്കളെ. നന്നായി പഠിക്കുക. ഗുഡ് ബൈ.